കോട്ടയം അയർക്കുന്നത്ത് അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവും ഭർത്തൃപിതാവും റിമാൻഡിൽ. നീരിക്കാട് സ്വദേശി ജിമ്മി, പിതാവ് ജോസഫ് എന്നിവരെയാണ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. മരിച്ച ജിസ്മോളുടെ കുടുംബത്തിന്റെ പരാതിയിൽ ഏറ്റുമാനൂർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് കോട്ടയത്തുനിന്നുണ്ട്. ഗോകുൽ, എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? അഖില, അല്പസമയം മുമ്പാണ് രണ്ട് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കുകയുണ്ടായത്. മജിസ്ട്രേറ്റിന് വീട്ടിലാണ് പ്രതികളെ ഹാജരാക്കുകയുണ്ടായത്. തുടർന്ന് 14 ദിവസത്തേക്കാണ് ഇരുവരെയും മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇന്നലെയാണ് ജിമ്മിയുടെ പിതാവ് ജോസഫിനെയും ഏറ്റുമാനൂർ പോലീസ് ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചു വരുത്തി അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയുണ്ടായത്. അതായത് അയർക്കുന്നത്ത് ഈ ജിസ്മോളുടെ 2 പെൺമക്കളും ആത്മഹത്യ ചെയ്യുന്ന സംഭവത്തിന് പിന്നിൽ കൃത്യമായിട്ട് ഇവരുടെ ഇടപെടലുകൾ ഉണ്ട്, അല്ലെങ്കിൽ ജിമ്മിയുടെയും ജോസഫിന്റെയും ഭാഗത്തു നിന്നും പ്രകോപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗാർഹിക പീഡനം തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ പോലീസിന് കണ്ടെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരുടെയും അറസ്റ്റ് ഏറ്റുമാനൂർ പോലീസ് രേഖപ്പെടുത്തുകയുണ്ടായത്. പ്രധാനമായിട്ടും ഈ ജിസ്മോളുടെയും ഒപ്പം ഇവരുടെ 2 പേരുടെയും ഫോണുകൾ പരിശോധിച്ചിരുന്നു. ഈ ഫോണുകളിൽ നിന്നും കൃത്യമായിട്ട് ശബ്ദരേഖകൾ അടക്കമുള്ള തെളിവുകൾ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയിട്ടുള്ള വകുപ്പുകളാണ് 2 പേർക്കും എതിരായിട്ട് ചുമത്തിയിരിക്കുന്നത്. ഒപ്പം നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജിസ്മോളുടെ കുടുംബമാണ് ഇത്തരത്തിൽ ഈ മരണത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഭർത്തൃ വീട്ടുകാരുടെ പീഡനം മൂലമാണ് മകൾ ആത്മഹത്യ ചെയ്തത് എന്നുള്ള കാര്യം ആരോപിച്ചുകൊണ്ട് പരാതി നൽകിയിരുന്നത്. കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കും ഒപ്പം മുഖ്യമന്ത്രിക്ക് നേരിട്ടും ഈ ജിസ്മോളുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ആ പരാതികളെ തുടർന്നാണ് നിലവിൽ ഇന്നലെ ഏറ്റുമാനൂർ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത്. വിശദമായിട്ട് 2 പേരെയും ചോദ്യം ചെയ്തതിനു ശേഷം ഇന്ന് രാവിലെ ആരോഗ്യ പരിശോധന നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് മജിസ്ട്രേറ്റ് മുന്നിൽ 2 പേരെയും ഏറ്റുമാനൂർ പോലീസ് ഹാജരാക്കിയിരിക്കുന്നത്. എന്തായാലും 2 പേരെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ജയിലിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം അയർക്കുന്നത്ത് അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവും ഭർത്തൃപിതാവും റിമാൻഡിലായിരിക്കുന്നു. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.